കൊല്ലം അഞ്ചലിൽ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ KSRTC ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഡ്രൈവർ ഷിബു, ഈ പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ ഷിബു ഈ അപകടത്തിൽ മരിച്ചിരുന്നു. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ജയശങ്കർ. കൊട്ടാരക്കരയിൽ സുഖമായി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമില്ലെങ്കിലും പുറത്ത് പറയണ്ട, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SKN. കൊട്ടാരക്കര വളരെ നല്ല സ്ഥലമാണ്. അത്യാവശ്യം പ്രകൃതി രമണീയതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം യാത്ര ചെയ്യാനും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പിക്കപ്പ് വാൻ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. 50ഓളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരുന്നു. ഈ പിക്കപ്പ് വാൻ ഡ്രൈവർ ഷിബു സ്ഥലത്ത് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരു സ്ത്രീ നിലവിൽ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത്. ഈ KSRTC ബസിൻ്റെ ഡ്രൈവർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അമിത വേഗതയിൽ വാഹനം ഓടിക്കൽ, അശ്രദ്ധമായി വാഹനം ഓടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ പോലീസ് ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ബസ് അമിതമായി അശ്രദ്ധമായി ഓടിച്ചതാണ് ഈ ഒരു അപകട കാരണമെന്നാണ് പോലീസിൻ്റെ നിലവിലെ നിഗമനം. കാരണം ഈ ബസ് ചെന്ന് ഈ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ KSRTC ബസ് തോട്ടിലേക്ക് മറിയുകയും ചെയ്തു. എന്തായാലും നിരവധി പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയത്. ഈ വലിയൊരു അപകടമാണ് ഇന്നലെ ഒഴിവായതെന്നും പറയാം. കാരണം ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് തലയ്ക്ക് മറ്റുമാണ് പരിക്കുള്ളത്. ഈ പിക്കപ്പ് വാനും മറ്റും തോട്ടിലേക്കും മറ്റും വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ രൂക്ഷമാകുമായിരുന്നു. എന്തായാലും ഈ സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും വലിയ ഇടപെടലുകൾ നടത്തി. ഇതിലൂടെയാണ് കൂടുതൽ പേരെ ഈ ബസ്സിൽ നിന്ന് താങ്ക് യു. AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.